ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈസി വിത്ത് ഹോം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മെഷറിംഗ് ടേപ്പിനെ കുറിച്ചാണ് കേട്ടോ. തയ്യൽ പഠിക്കുന്നവർക്ക് ടേപ്പിലെ ഓരോ അളവും, അതായത് ഇഞ്ചും സെൻറ്റിമീറ്ററും ഒക്കെ മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ് അല്ലേ. തയ്യലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അളവുകൾ എന്ന് പറയുന്നത്. അത് കൃത്യമായി എടുക്കാൻ നമ്മൾ ആദ്യം പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു മെഷറിംഗ് ടേപ്പിനെ കുറിച്ചാണ് ഇന്ന് ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. ഇതിലെ ഓരോ വരകളും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ടേപ്പുകൾ പലതരത്തിലുണ്ട് അല്ലേ, പല രീതിയിൽ വരുന്നുണ്ട്. ഒരു വശത്ത് സെൻറ്റിമീറ്ററും മറുവശത്ത് ഇഞ്ചസുമാണ് കാണപ്പെടുന്നത്. എല്ലാ ടേപ്പുകളിലും ഇതുപോലെ തന്നെയാണ്. ചില ടേപ്പുകളിൽ ഇഞ്ചസിൻ്റെ കൂടെ തന്നെ സെൻറ്റിമീറ്ററും കാണപ്പെടുന്നുണ്ട് കേട്ടോ. ടേപ്പിൻ്റെ അറ്റത്തുള്ള മെറ്റൽ ഭാഗം അളവ് കൃത്യമായി തുടങ്ങാൻ സഹായിക്കുന്നുണ്ട്. ഒരു ടേപ്പിൽ ആകെ 60 ഇഞ്ചാണ് ഉണ്ടാകുക കേട്ടോ. അതായത് 5 അടിയാണ് ഒരു ടേപ്പിലുണ്ടാകുന്ന അളവ്. പലർക്കും തെറ്റ് പറ്റുന്നതാണ്. അതായത് ഇത് നമുക്ക് 1 ഇഞ്ചിൽ ഉള്ളത് 1/4 ഇഞ്ച് ചെറിയ വര, 1 കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ വര കേട്ടോ, 1/2 ഇഞ്ച് ഇടയിലെ നീളമുള്ള വര, 3/4 ഇഞ്ച് 1/2 ഇഞ്ച് കഴിഞ്ഞ് വരുന്ന വലിയ വര, 1 ഇഞ്ച് കഴിഞ്ഞാൽ അടുത്ത നമ്പറിലേക്ക് എത്തുമ്പോൾ 1.5, 1.75, 1.25 അങ്ങനെ എന്നൊക്കെ പറയാം. ഇനി 1 ഇഞ്ച് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്ററാണ് കേട്ടോ. അത് നമുക്ക് ടേപ്പിൽ പെട്ടെന്ന് നോക്കാൻ പറ്റും. ടേപ്പൊന്ന് മടക്കിയ 1 ഇഞ്ചിന് നേരെ ടേപ്പൊന്ന് മടക്കി പിടിച്ച് സെൻറ്റിമീറ്റർ ഒന്ന് നോക്കാം കേട്ടോ. 100 സെൻറ്റിമീറ്ററാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ 1 മീറ്ററിൻ്റെ നേരെ എതിർവശം നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എത്ര ഇഞ്ചസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റും. 39.5 ഇഞ്ചായിരിക്കും 1 39.5 40 ഇടയിലായിരിക്കും 1 മീറ്ററിന് കിട്ടുന്ന സെൻറ്റിമീറ്റർ. അടുത്തതായിട്ട് 50 സെൻറ്റിമീറ്ററാണ് 1/2 മീറ്റർ എന്ന് പറയുന്നത്. 1/2 മീറ്റർ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ. അതിൻ്റെ നേരെ എതിർവശം നോക്കുമ്പോൾ അതിൻ്റെ ഇഞ്ചസ് നമുക്ക് കാണാം. ഇനി 1/4 ഇഞ്ച് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്ററാണ്. അതിൻ്റെ ഇഞ്ച് നമുക്ക് നേരെ തിരിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും 9.5 10 ഇടയിലായി. ഇനി നമ്മൾ നോക്കുന്നത് ഇഞ്ച് അളവിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ അതെങ്ങനെയാണ്, അതിനൊരു സൂത്രവാക്യമുണ്ട്, അതായത് ഒരു ഇക്വേഷൻ ഉണ്ട്. അതൊന്ന് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മൾ നോക്കുന്നത് 5 ഇഞ്ചിൻ്റെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുമ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. 5 ഇഞ്ചിൻ്റെ ഇരട്ടിയും 5 ഇഞ്ചിൻ്റെ പകുതിയുമാണ് നമ്മൾ കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ കിട്ടുന്നതായിരിക്കും ആ ഒരു സെൻറ്റിമീറ്റർ. അതൊന്ന് നോക്കാം. 5 ഇഞ്ചിൻ്റെ ഇരട്ടി എടുക്കുക. 5 ഇഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 10 ആണ് അല്ലേ. അതുപോലെ 5 ഇഞ്ചിൻ്റെ പകുതി എടുക്കുക. 5 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുന്നത് 2.5. ഇത് തമ്മിൽ കൂട്ടുക. 10ഉം 2.5യും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 12.5. ഈ 12.5 ആയിരിക്കും 5 ഇഞ്ചിൻ്റെ സെൻറ്റിമീറ്റർ വരുന്നത്. ഒന്ന് നോക്കാം. 5ൻ്റെ നേരെ പിറകിൽ സെൻറ്റിമീറ്ററിൻ്റെ ആ ഭാഗം ഒന്ന് നോക്കി കണ്ടാൽ നമുക്ക് കിട്ടും. അത് ഒന്ന് മടക്കി പിടിച്ച് നോക്കിയാൽ കിട്ടും. 12.5 സെൻറ്റിമീറ്ററാണ്. കറക്റ്റാണ് നമുക്ക് കിട്ടിയത് 12.5 സെൻറ്റിമീറ്റർ. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്ക് ഇഞ്ചസിനെ സെൻറ്റിമീറ്ററോട്ട് മാറ്റാനുള്ള ഒരു സൂത്രവാക്യം. ഇനി അളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അളവെടുക്കുമ്പോൾ ടേപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ ആ സ്റ്റീലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, കൃത്യമായി വെക്കാൻ ശ്രദ്ധിക്കുക. അഴിഞ്ഞ് കിടക്കാൻ പാടില്ല കേട്ടോ. പിന്നെ ടേപ്പ് മടങ്ങി പോകാതെയും വലിഞ്ഞു പോകാതെയും വേണം അളവെടുക്കാൻ. തയ്യൽ പഠിക്കുന്നവർക്ക് സ്വന്തം ശരീരത്തിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ടേപ്പ് വെച്ച് അളന്ന് നോക്കി ഇനി എങ്ങനെയാണ് ഒരാൾ അളവെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചെസ്റ്റ് അളവാണ് വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ ചുറ്റുപുറം നോക്കിയിട്ട് 2 വിരൽ ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം, ഒന്ന് അയച്ച് വെച്ചിട്ട് വേണം കേട്ടോ അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലോട്ട് വെച്ചിട്ട് ഒരു നല്ല ഫിറ്റ് ആവാനും പാടില്ല, അതുപോലെ നല്ല ലൂസ് ആവാനും പാടില്ല. 2 വിരൽ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ അളവെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ സ്ട്രൈറ്റായിട്ട് ഇപ്പോൾ നീളം അളക്കുമ്പോൾ ഇങ്ങനെ നല്ല സ്ട്രൈറ്റായിട്ട് പിടിക്കുക, അധികം ലൂസ് ആവാതെ ടൈറ്റായിട്ട്. അടുത്തത് ഷോൾഡർ നോക്കാം. പുറകു വശത്ത് നിന്ന് ഒരു തോളിൽ നിന്ന് മറ്റേ തോൾ വരെ അളക്കുക കേട്ടോ. ഇങ്ങനെയാണ് ഷോൾഡർ
എടുക്കുക. അളവെടുക്കുമ്പോൾ അതിനോടൊപ്പം അലവൻസും കൂടെ കൂട്ടിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. 2 ഇഞ്ച് അധികം ചേർക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ടേപ്പിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. തയ്യലിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കും തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ്. അപ്പോൾ അടുത്ത പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്